നീണ്ട വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ശശി തരൂർ അത്തരം വാക്കുകൾ പരിചയപ്പെടുത്താൻ എഴുതിയ പുസ്തകത്തിന് പേരിട്ടത് തരൂരോസോറസ് എന്നാണ്. നീളമേറിയ വാക്കുകൾ ഇഷ്ടപ്പെടുന്ന വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പുരാതന ജീവിയായി അദ്ദേഹം തന്നെ സങ്കല്പിച്ചിട്ടുണ്ടാവും. മോഡി ഭരണത്തെ കളിയാക്കാൻ തരൂർ പ്രചരിപ്പിച്ച വാക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കഴമ്പില്ലാത്തത് എന്ന ലളിതമായി അർത്ഥം വരുന്നതിനെ ഫ്ലോക്സിനോസിനി ഹിലിപ്പിലിഫിക്കേഷൻ എന്നായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. 2019 തരൂരിന്റെ പ്രചാരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രചാരണത്തിനിടെ പിറന്നാൾ ദിനത്തിൽ അമ്പലത്തിലെ തുലാഭാരത്തിനിടെ ത്രാസ് പൊട്ടി തലയ്ക്ക് പരിക്കേറ്റതിനാൽ ഏതാനും ദിവസങ്ങൾ വീട്ടിലിരിക്കേണ്ടിയും വന്നു. കുഴഞ്ഞുമറിഞ്ഞ അസ്വസ്ഥതകളുടെ ഒരു പ്രചാരണ കാലമായിരുന്നു അത്. തരൂരിന്റെ ഭാഷയിൽ ഭരാഗോ എന്ന് പറയുന്ന അവസ്ഥ. എന്നിട്ടും തരൂർ ജയിച്ചു, ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ. ഇത്തവണയും തുടങ്ങിയിട്ടുണ്ട് ഹിലിപ്പിലിഫിക്കേഷനും ഭരാഗോയും ഒക്കെ. വോട്ടു തേടി തിരുവനന്തപുരം വുമൻസ് കോളേജിലെത്തിയ തരൂരിനെ അഫ്നാൻ നാസർ എന്ന വിദ്യാർത്ഥി ഞെട്ടിച്ചത് 182 അക്ഷരങ്ങളുള്ള വാക്കുമായാണ്. തരൂർ അന്നേ വരെ കേട്ടിട്ടില്ലാത്ത വാക്ക്. ഇനിയും വിജയം ആവർത്തിച്ച് തന്റെ പാർലമെന്ററി ജീവിതത്തിന് നീളം കൂട്ടി ഞെട്ടിക്കാൻ തരൂർ കൊതിക്കുമ്പോൾ അദ്ദേഹത്തെ വീട്ടിലിരുത്താനാണ് എതിരാളികൾക്ക് മോഹം.